ചാനൽ സൂപ്പർ ലീഗിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ജനുവരിയിലെ അവസാന ആഴ്ചകളിലെ റേറ്റിംഗ് ആണ് നമ്മൾ ഈ ആഴ്ച ഡിസ്കസ് ചെയ്യുന്നത്. വീക്ക് 3 and 4 കഴിഞ്ഞ ആഴ്ച രണ്ടാഴ്ചകൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ ഈ ആഴ്ച പ്രസന്റ് ചെയ്യുന്നത്. വീക്ക് 3, 4 നമ്മൾ ജനുവരിയിൽ ന്യൂസ് ചാനൽസിന്റെ ഒരു ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ പോസിറ്റീവാണ്. തുടക്കം വളരെ ടെസ്റ്റ് ക്രിക്കറ്റ് മാതിരി വളരെ സ്ലോ പേസിൽ തുടങ്ങി. അത് ഓരോ ആഴ്ചയും എല്ലാ ചാനൽസും അതിൻ്റെതായിട്ടുള്ള ഒരു നേട്ടങ്ങൾ പ്രകടമാക്കിയിട്ടുള്ള ഒരു മാസമാണ് ജനുവരി. പൊതുവെ മോശം എന്ന് പറയാൻ പറ്റില്ല. തുടങ്ങിയത് മോശമായിരുന്നു. ലോഞ്ചിങ് വീക്ക് ശരിക്കും പറഞ്ഞാൽ വളരെ എല്ലാ ചാനൽസും വളരെ പതിഞ്ഞ മട്ടിലായിരുന്നുവെങ്കിൽ ഓരോ ആഴ്ചയും ഒരു 3 പോയിന്റ് 4 പോയിന്റ് വെച്ചിട്ട് ഏഷ്യാനെറ്റ് തൊട്ട് ലാസ്റ്റ് മീഡിയ വൺ വരെയുള്ള ചാനൽസിന് ഗെയിൻ ഉണ്ടായിരുന്നു. അതൊരു പോസിറ്റീവ് സൈനാണ് പൊതുവെ ന്യൂസ് ചാനൽസിൽ. ഹാപ്പനിങ്സും കുറച്ച് കാര്യം നടക്കുന്നുണ്ട്. ക്രൈംസ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരുപാട് ഇൻസിഡൻസ് നടക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു പക്ക ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻസിഡൻസ് അല്ലെങ്കിൽ പോലും അത്യാവശ്യം ആൾക്കാരെ ഹുക്ക് ചെയ്യാൻ പറ്റുന്ന ഇൻസിഡൻസ് ഉണ്ടാകുന്നുണ്ട്. പൊളിറ്റിക്കൽ ഹാപ്പനിങ്സ് നടക്കുന്നുണ്ട്. ഡേയിൽ ഒരുപാട് ഹാപ്പനിങ്സ് നടക്കുന്നുണ്ട്. അതിലൊക്കെ റിഫ്ലക്ഷൻ കാണുന്നുണ്ട്. വീക്ക് 3യും 4 നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരുപോലെ തന്നെയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെയാണ് നമ്പർ 1 ആയിട്ട് നിൽക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ് വീക്ക് 3 92.91 ആയിരുന്നുവെങ്കിൽ വീക്ക് 4 വന്നപ്പോൾ 94.1 ആയി. വ്യക്തമായിട്ടുള്ള ഒരു ഗ്രോത്ത് ഉണ്ട്. 2-2.5 പോയിന്റോളം 2-3 പോയിന്റോളം കഷ്ടി ഗ്രോത്ത് അവർക്കുണ്ട്. ആൻഡ് സെക്കൻഡ് പൊസിഷൻ കീപ്പ് ചെയ്തിരിക്കുന്ന റിപ്പോർട്ടർ തന്നെയാണ്. റിപ്പോർട്ടർ വീക്ക് 3 71.24 ആണെന്നുണ്ടെങ്കിൽ വീക്ക് 4 വന്നപ്പോൾ 72.51, ഏകദേശം അതും 2 പോയിന്റിന്റെ ഒരു ഗ്രോത്ത് ഉണ്ട്. ആൻഡ് തേർഡ് പൊസിഷനിൽ 24 ന്യൂസിന് ഈ ജനുവരി എൻഡ് ആകുമ്പോഴും അവർക്ക് ഒരു വലിയൊരു സ്കോർ ഒരു സേഫ് സോണിലേക്ക് എത്തിയിട്ടില്ല ഇപ്പോഴും. കാരണം വീക്ക് 3 അവർക്ക് 64.24 ആണെങ്കിൽ വീക്ക് 4 വന്നപ്പോൾ 66.2, ഒരു 2-3 പോയിന്റോളം ഗ്രോത്ത് അവർക്കും ഉണ്ട്. എങ്കിൽ പോലും ആ തേർഡ് പൊസിഷനിൽ അവർ ലോക്കായി പോയി. അതെനിക്ക് തോന്നുന്നു ഞാൻ കുറച്ച് കൂടുതൽ പണി കിട്ടുന്ന ഒരു കോമ്പറ്റീഷൻ. ഒന്നില്ലെങ്കിൽ റിപ്പോർട്ടർ താഴേക്ക് പോകണം, അല്ലെങ്കിൽ ഇവർ കൂടുതൽ നേട്ടങ്ങൾ ഇവർക്ക് കിട്ടണം. രണ്ടും സംഭവിക്കാതിരിക്കട്ടെ, നമുക്ക് കാത്തിരിക്കാം. ആൻഡ് ഫോർത്ത് പൊസിഷൻ നിൽക്കുന്നത് മാതൃഭൂമി തന്നെയാണ്. മാതൃഭൂമി അവരെ ഫോർത്ത് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. 36.78 ആയിരുന്നു വീക്ക് 3. ആൻഡ് ഇപ്രാവശ്യം 36.59. ചെറിയൊരു ഡ്രോപ്പ് ഉണ്ട് അവർക്ക്. ദെൻ അവിടുന്ന് 4ാമത്തെ ചാനൽ തൊട്ട് 4ാം പൊസിഷൻ തൊട്ടുള്ള ചാനൽസിനൊക്കെ ചെറിയൊരു ഡ്രോപ്പ് ഉണ്ട്. ദെൻ മനോരമ 5th പൊസിഷനിലുണ്ട്. അവർക്ക് 35.77 ആയിരുന്നു. അത് വീക്ക് 4 വന്നപ്പോൾ 35.23 ആയി. ദെൻ ജനം 6ാം സ്ഥാനത്തുണ്ട്. 6ാം സ്ഥാനത്ത് അവർക്ക് വീക്ക് 3 19.99 ആയിരുന്നു. ദെൻ വീക്ക് 4 വന്നപ്പോൾ 20.55. അവർക്കൊരു ഗ്രോത്ത് ഉണ്ട്. ഒരു 1.5 പോയിന്റോളം ഗ്രോത്ത് അവർക്കുണ്ട്. ന്യൂസ് 80 7th പൊസിഷനിൽ അവർക്ക് വീക്ക് 3 15.76 ആയിരുന്നു. അത് 15.62, മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് പറയാൻ പറ്റുള്ളൂ. ആൻഡ് കൈരളി 8ാമത്തെ പൊസിഷനിൽ. ആൻഡ് വീക്ക് 3 14.09, വീക്ക് 4 14.41. ആൻഡ് 9th പൊസിഷനിൽ മീഡിയ വൺ വീക്ക് 3 8.3 ഡ്രോപ്പാണ്. വീക്ക് 4 വന്നപ്പോൾ 7.87. ന്യൂസ് ചാനൽസിൽ ഇപ്പോൾ നമുക്ക് ആദ്യത്തെ 3 ചാനല് മെയിൻ ഡിസ്കഷനിൽ വരുമ്പോൾ ഒരു ഗ്രോത്ത് എന്ന് പറയുന്ന ഏഷ്യാനെറ്റ് അവരുടെ സൂപ്പർ ലീഡ് എപ്പോഴും അത് മെയിൻറ്റെയിൻ സേഫ് സോണിൽ അവർ ആ ലീഡ് കീപ്പ് ചെയ്തിട്ട് തന്നെ പോകുന്നത്. വലിയ രീതിയിൽ ഉയർത്തുന്നില്ലെങ്കിൽ പോലും ഒരു 21.59 ഒന്നാമത്തെ ചാനലും 2ാമത്തെ ചാനലും തമ്മിലുള്ള വ്യത്യാസം ഏകദേശം 22 പോയിന്റ് ഏകദേശം 22 പോയിന്റോളം ഗ്യാപ്പ് സേഫ് ആണ്. പെട്ടെന്ന് ഒരു ചാനലിന് ആ ഒരു 20 പോയിന്റ് ഒരു വൺ ഫൈൻ മോർണിംഗ് ഒരിക്കലും ഗ്രോത്ത് ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ അതിൻ്റെ ഒരു സേഫ് സോണിൽ ഏഷ്യാനെറ്റ് ന്യൂസ് പോയിക്കൊണ്ടിരിക്കുന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും. ആൻഡ് റിപ്പോർട്ടറും 24 തമ്മിലുള്ള ഗ്യാപ്പ് വലിയ വേരിയേഷൻസ് ഇല്ല. വീക്ക് 3 7 പോയിന്റോളം ഡിഫറൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ വീക്ക് 4 വന്നപ്പോൾ 6.43, ഒരു ചെറിയൊരു അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ പോലും അതൊരു സേഫ് സോൺ എന്ന് പറയാൻ പറ്റില്ലെങ്കിലും 24 തേർഡ് പൊസിഷനിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഏഷ്യാനെറ്റ് 24 തമ്മിൽ നമ്പർ 1 ചാനലും നമ്പർ 3 ചാനലും തമ്മിലുള്ള വ്യത്യാസമൊന്നുമില്ല. ഇത് ഏകദേശം 28 പോയിന്റിന്റെ വ്യത്യാസത്തിൽ അവർ നിൽക്കുന്നു. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ പറഞ്ഞ രീതിയിൽ ഈ ഗ്രോത്ത് എല്ലാവർക്കും ഒരേപോലെ തന്നെ പോകുമ്പോൾ ഒരുമിച്ചൊരു ഗ്രോത്ത് 2 പോയിന്റ് വെച്ചിട്ട് എല്ലാവർക്കും ഒരുമിച്ച് ആദ്യത്തെ 3 ചാനലിന്. ദെൻ താഴത്തേക്ക് പോകുമ്പോഴും വീക്ക് 1 കണ്ടത് അങ്ങനെയായിരുന്നു. താഴത്തേക്ക് പോയപ്പോഴും ഒരുമിച്ച് തന്നെയായിരുന്നു അവരുടെ ഉയർച്ചയും താഴ്ചയുള്ളത്.
നമുക്കതിലിപ്പോൾ ഒരു നമ്മൾ ആ കഴിഞ്ഞ വർഷത്തിൽ പറഞ്ഞ മാതിരി ഒരു വളരെ നെക്ക് ടു നെക്ക് കോമ്പറ്റീഷൻ ഇപ്പം ന്യൂസ് ചാനലിൽ കാണുന്നില്ല. പിന്നെ ഉള്ളത് 4ാം സ്ഥാനവും 5ാം സ്ഥാനവും തമ്മിലുള്ളതാണ്. അത് നമുക്ക് ഒരിക്കലും ഒരു മത്സരത്തിന്റെ ഭാഗമായിട്ട് എടുക്കാൻ പറ്റില്ല. പക്ഷെ ബ്രാൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ഓക്കെ, നമുക്ക് പറയാം മനോരമയും മാതൃഭൂമിയും തമ്മിലുള്ള ഒരു പൊസിഷനിൽ ഉള്ള ഒരു ചേഞ്ച്. പക്ഷെ റവന്യൂ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇപ്പോൾ 4ാം സ്ഥാനത്ത് നിൽക്കുന്ന ചാനലോ 5ാം സ്ഥാനത്ത് നിൽക്കുന്ന ചാനലായിരിക്കും ചിലപ്പോൾ 2ാം സ്ഥാനത്ത് റവന്യൂ ഇതിലുണ്ടാവുക. അത് നമുക്ക് ശരിക്കും മാർച്ചിലെ എപ്പിസോഡ്സിൽ പറയാം. കാരണം ഒരു ക്വാർട്ടർ തുടങ്ങാൻ പോവാണ്. ഏപ്രിലിൽ പുതിയ ക്വാർട്ടർ തുടങ്ങുമ്പോഴത്തേക്കും മാർച്ചും കൂടി നോക്കിയിട്ട് നമുക്ക് കറക്റ്റ് അതിനൊരു ബിസിനസ് അനലൈസിങ് നൽകാൻ പറ്റും അതിനുള്ള. ദെൻ എൻ്റെ GC സെക്ടറിൽ പ്രത്യക്ഷമായ മാറ്റങ്ങളൊന്നുമില്ല. ഏഷ്യാനെറ്റിന്റെ നമ്പർ 1 ആയിട്ട് നിൽക്കുന്നു 2 ആഴ്ചയും. സെക്കൻഡ് പൊസിഷൻ സി കേരളം. ഏഷ്യാനെറ്റ് വീക്ക് 4 കിട്ടിയിരിക്കുന്നത് 740.8. നല്ലൊരു ഗ്രോത്ത് ഉണ്ട്. കാരണം കഴിഞ്ഞ ആഴ്ച വീക്ക് 3 അവർക്ക് 701.11 ആയിരുന്നു. എങ്കിൽ അത് 740, ഏകദേശം ഒരു 36 പോയിന്റിന്റെ ഡിഫറൻസ് അതിലേക്ക് വന്നിട്ടുണ്ട്. സി കേരളം സെക്കൻഡ് പൊസിഷൻ നിൽക്കുന്നു. അവർക്ക് കഴിഞ്ഞ ആഴ്ച വീക്ക് 3 കിട്ടിയിരിക്കുന്നത് 187.94 ആണെങ്കിൽ വീക്ക് 4 189.12 ആണ്. ഒരു വലിയ വേരിയേഷനിൽ 2 പോയിന്റ് വ്യത്യാസം വരുന്നുള്ളൂ. തേർഡ് പൊസിഷനിൽ മഴവില്ല് കീപ്പ് ചെയ്യുന്നുണ്ട്. തൊട്ട് പിന്നിലുണ്ട്. കഴിഞ്ഞ ആഴ്ച മഴവില്ല് കുറച്ച് വീക്ക് 3 മോശമായിരുന്നു. 164 ആയിരുന്നെങ്കിൽ ഈ ആഴ്ച 180.07 ആയിട്ടുണ്ട്. കുറച്ചും നല്ലൊരു ഗ്രോത്ത് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഫോർത്ത് പൊസിഷൻ ഫ്ലവേഴ്സ് TV. ഫ്ലവേഴ്സ് 186 ആയിരുന്നു വീക്ക് 3 ആൻഡ് വീക്ക് 4 വന്നപ്പോൾ ഒരു ഡ്രോപ്പ് ഉണ്ട്. 177.88 ആയിട്ടുണ്ട്. ഒരു ഡ്രോപ്പ് കാണുന്നുണ്ട്. ഒരു പക്ഷെ അവർ പുതിയ സീരിയൽസ് ഒക്കെ വരുന്നുണ്ട്, ഷിഫ്റ്റിംഗ് ഉണ്ട്. ബേസിക്കലി ഫ്ലവേഴ്സ് പ്രോഗ്രാംസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. അതിനിപ്പോൾ അവരും സി കേരളം, ഏഷ്യാനെറ്റ്, സൂര്യ പോലെ തന്നെ ഫിക്ഷനിലേക്ക് കൂടുതൽ എന്താ പറയുക ചേഞ്ച് കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ അതിൻ്റെ അത് ഒന്ന് പരിചയമാവാനുണ്ട് ഓഡിയൻസിന്. അപ്പോഴേ പറയാൻ പറ്റില്ല. നമുക്ക് ഒരു 3-4 ആഴ്ചയോടും കഴിഞ്ഞാലേ കറക്റ്റ് ഒരു അനലൈസിങ് നമുക്ക് അതിനെപ്പറ്റി പറയാൻ സാധിക്കുള്ളൂ. സിക്സ്ത് പൊസിഷനിൽ നിൽക്കുന്നത് കഴിഞ്ഞ ആഴ്ച സൂര്യ TV ആയിരുന്നു. പക്ഷേ ഈ ആഴ്ച ഏഷ്യാനെറ്റ് മൂവീസ് ആണ്. 143.05. എന്റർടൈൻമെന്റ് ചാനലിന് ഒരു പോസ്റ്റ്മോർട്ടത്തിന്റെ ആവശ്യമില്ല. കാരണം വെച്ചാൽ എല്ലാം ഞാൻ എപ്പോഴും പറയാറുള്ളത് തന്നെയാണ്. എല്ലാത്തിനും സ്ഥിരമായിട്ട് ഓരോ റേറ്റിംഗ് സൈക്കിളിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു വലിയ ഗ്രോത്ത്, വലിയ ഡ്രോപ്പോ കാണുന്നില്ല. സീരിയൽസ് ആണെങ്കിലും ശരിയെല്ലാം ആസ് യൂഷ്വൽ കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും നമുക്ക് സീരിയൽസിനെ പോസ്റ്റ്പോൺ ചെയ്യേണ്ട കാര്യമില്ല. കാരണം നോർമലി അതൊരു കോമ്പറ്റീഷന്റെ ഭാഗമായിട്ടൊന്നും എടുക്കുന്നില്ല. കാരണം അവർക്ക് അവരുടെ ഓഡിയൻസ് അവരെ മാത്രം കയറി പോകുന്നതാണ് ഓരോ ചാനലിനും സ്വഭാവം കാണിക്കുന്നത്. ദെൻ ന്യൂസ് ചാനലിലാണ് പിന്നെ നമുക്ക് ഈ ഒരു കോമ്പറ്റീഷൻ പറയാനുള്ളത്. പക്ഷെ ഇപ്പോഴും ന്യൂസ് ചാനലും നമ്മൾ ഇതുപോലെ എന്താ പറയുക, ന്യൂസ് ചാനൽ പോലെ തന്നെ എന്റർടൈൻമെന്റ് ചാനൽ പോലെ തന്നെ വളരെ സേഫ് സോണിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച. അത് നമ്മളെ സംബന്ധിച്ചൊരു എന്താ പറയാ, ഒരു ചർച്ചയ്ക്കോ അല്ലെങ്കിൽ ഒന്നിനൊരു കാര്യമില്ല, ജസ്റ്റ് പറഞ്ഞു പോകാന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ഒരു സ്റ്റേജിൽ പോകുന്നത്. എങ്കിലും വീക്ക് 5 വരുമ്പോഴത്തേക്കും ഏകദേശം ഫെബ്രുവരി ഫസ്റ്റ് വീക്കിലെ റേറ്റിംഗ് കുറച്ചും കൂടി ബെറ്റർ ആവാൻ സാധ്യതയുണ്ട്. കാരണം കുറച്ചും കൂടി ഈ ഒരു ഗ്രോത്ത്, ഈ ഗ്രാഫ് ന്യൂസ് ചാനലിൽ നോക്കുമ്പോൾ ഒരു അപ്വേർഡ് ഗ്രാഫാണ് കാണിക്കുന്നത്, മുകളിലേക്കുള്ള ഗ്രാഫാണ് കാണിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു 100-നടുത്തൊക്കെ ഏഷ്യാനെറ്റ് ന്യൂസിന് ഫസ്റ്റ് ചാനലിൽ എത്താൻ സാധ്യതയുണ്ട്. ആൻഡ് സെക്കൻഡ് ഒരു 80 പോയിന്റിലൊക്കെ എത്താൻ സാധ്യതയുണ്ട്. തേർഡ് 72 പോയിന്റിലൊക്കെ 24 ക്ലോസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഒരു ഫോർകാസ്റ്റ് ആയിട്ടല്ല, ഏകദേശം ഒരു റേഞ്ച് വരാൻ സാധ്യതയുള്ളത്. കാരണം ഇലക്ഷൻ അങ്ങനെ കുറെ ആക്ടിവിറ്റീസുകൾ പൊളിറ്റിക്കൽ ലെവലിലും അല്ലെങ്കിൽ ക്രൈം ലെവലിലും ഹാപ്പൻസ് കുറെ നടന്നിട്ടുള്ള ആഴ്ചകളാണ് കഴിഞ്ഞ ആഴ്ചകളൊക്കെ ഉള്ളത്. അതിൻ്റെ ഒരു ഗ്രോത്ത് എന്തുകൊണ്ടാലും ശരി വീക്ക് 5 ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. ഉണ്ടാവാനുള്ള സാധ്യത കൂടുതൽ. ദെൻ നമുക്ക് അതൊരു വെയിറ്റ് ചെയ്യാം. വീക്ക് 5 നല്ല റേറ്റിംഗ് ആയിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം.